ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് ഞാൻ നിങ്ങളെ വീണ്ടും സോൾ കെയർ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ ഒരുപാട് വീഡിയോകൾ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീണ്ടും ഇതിനു മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. നമ്മുടെ കുട്ടികളുടെ പഠന വൈകല്യം എന്നതിനെ കുറിച്ചായിരുന്നു ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അതിനെക്കുറിച്ച് തന്നെ ചെറിയ ഒരു ഹിൻഡ് നിങ്ങൾക്ക് വേണ്ടി തരികയാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ പത്രങ്ങളിലൊക്കെ നിങ്ങൾ കാണപ്പെട്ടിട്ടുണ്ടായിരിക്കാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ വെച്ചിട്ട്, സഹായികളെ വെച്ച് പരീക്ഷ എഴുതിയ ഒരു ചരിത്രത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. നമ്മുടെ പത്രങ്ങളിലൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ വന്നിരുന്നു. കേരളത്തിൽ ഈ വർഷം 27,000-ൽ കൂടുതൽ പേരാണ് സഹായികളെ വെച്ച് SSLC എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ മലപ്പുറം ജില്ലയിലാണ് എന്ന് വരെ പറയപ്പെട്ടിട്ടുണ്ടായിരുന്നു. മലപ്പുറം ജില്ലയിൽ 7,000-ലധികം പേരാണ് സഹായികളെ വെച്ചിട്ട് പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് സഹായി എന്നാണ് നമ്മൾ ചിന്തിക്കപ്പെടണം. ഇതിനു മുമ്പ് ചർച്ച ചെയ്യപ്പെട്ടുള്ള വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കാം. നമ്മുടെ കുട്ടികളിലെ പഠന വൈകല്യം എന്ന് ചൂണ്ടിക്കാണിച്ചാണ് നമ്മൾ മെഡിക്കൽ ബോർഡുകളെ സമീപിക്കുന്നതും അതുവഴി സൈക്കോളജിസ്റ്റിനെ കാണുന്നതും ന്യൂറോളജിസ്റ്റിനെ കാണുന്നതും എല്ലാം. അത് പ്രകാരമാണ് നമ്മളെ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ്സ് നൽകുന്നതും സഹായികളെ വെച്ച് എക്സാം എഴുതാൻ വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സാണ് അവർ നൽകപ്പെട്ടിട്ടുള്ളത്. അത് പ്രകാരം നമുക്ക് നമ്മളുടെ തൊട്ട ജൂനിയർ ആയിട്ടുള്ള ക്ലാസ്സുകളിലെ കുട്ടികളെ വെച്ചിട്ടാണ് നമ്മളെ സഹായിക്കാനായിട്ട് സർക്കാർ അനുവാദം തരുന്നതും എക്സാം എഴുതുന്നതും. അങ്ങനെ ജയിച്ചിട്ട് നമുക്ക് എന്ത് കാര്യമാണുള്ളത് എന്ന് നിങ്ങൾ ചിന്തിക്കുക. യഥാർത്ഥത്തിൽ ഈ കുട്ടികൾക്കുണ്ടാകുന്നതെല്ലാം മാനസിക പ്രശ്നങ്ങൾ മാത്രമാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. മാനസികമാണ് അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും കുറവുകളുണ്ട് എന്ന് പറഞ്ഞിട്ടല്ലേ നമ്മളെ പലപ്പോഴും സ്കൂളുകാർ മോട്ടിവേറ്റ് ചെയ്യുന്നതും നമ്മൾ മെഡിക്കൽ ബോർഡുകളിൽ അപേക്ഷ കൊടുക്കുന്നതും സർട്ടിഫിക്കറ്റുകൾ കളക്ട് ചെയ്യുന്നതും. അതിനനുസരിച്ച് നമ്മുടെ കുട്ടികളെ സ്ക്രൈബ് എന്നാണ് അതിന് പറയുന്നത്. ഈ സ്ക്രൈബ് വെച്ചിട്ട് എക്സാം എഴുതിക്കുന്നതും അതൊക്കെ അല്ലേ. യഥാർത്ഥത്തിൽ നമ്മുടെ കുട്ടികളുടെ പ്രശ്നങ്ങൾ ഒരുപാട് പരിഹരിക്കപ്പെടാൻ നമുക്ക് കഴിയും എന്ന് 100% ഉറപ്പിച്ച് ഞാൻ നിങ്ങളോട് പറയുകയാണ്. എല്ലാ കുട്ടികളെയും നമുക്ക് ആ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് കഴിയില്ല. ഒരു 90% കുട്ടികൾക്കും മിക്കവാറും ബേസിൻ്റെ കുറവായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചതിന് അനുസരിച്ച് മലയാളത്തിലോ ഇംഗ്ലീഷിലോ കണക്കുകളിലോ ഉള്ള അറിവുകളുടെ കുറവുകൾ കൊണ്ടൊക്കെ ആയിരിക്കാം. പക്ഷേ ഇതെല്ലാം പരിഹരിക്കപ്പെടാൻ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടേഴ്സിനെ സമീപിക്കുകയും സർട്ടിഫിക്കറ്റുകൾ കളക്ട് ചെയ്യുകയും അവരെ സഹായികളെ വെച്ച് സ്ക്രൈബ് വെച്ച് എക്സാം എഴുതാൻ ശ്രമിക്കുകയല്ല വേണ്ടത്. ശരിക്കും വേണ്ടത് എന്താ, നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ പരിഹാരങ്ങൾ ഇതിനുണ്ടോ എന്നുള്ളതാണ്. അതിനു മുമ്പ് നമ്മൾ ചിന്തിക്കേണ്ടത് സ്കൂളുകാർ എൻ്റെ കുട്ടികൾക്ക് ഇത്രയും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടാൻ അവരെന്ത് ചെയ്തു എന്നത്, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഏതെങ്കിലും പാരൻസ് മീറ്റിങ്ങിലോ അല്ലെങ്കിൽ നമ്മുടെ നേരിട്ട് രക്ഷിതാക്കളെ അറിയിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടും അത് അംഗീകരിക്കാനായിട്ട് കഴിയും. പക്ഷെ അതിനു മുമ്പ് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളെ സ്വയം വിലയിരുത്താനായിട്ട് ശ്രമം നടത്തുക. നമ്മൾ രക്ഷിതാക്കൾ, ഇന്നത്തെ കാലഘട്ടത്തിലെ രക്ഷിതാക്കൾ കുറേയൊക്കെ വിദ്യാസമ്പന്നരാണ് എന്നാണ് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത്. ശരിക്കും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ ഒരു കാര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കുറച്ചു ആൽഫബറ്റ് അക്ഷരമാലകൾ അറിയാത്ത രക്ഷിതാക്കളുണ്ട് എന്നൊരിക്കലും നമുക്ക് പറയാനായിട്ട് കഴിയില്ല. അക്ഷരമാലകൾ, അതുപോലെ കണക്കുകളിലെ ചില കൂട്ടലുകളും കുറക്കലുകളും കിഴിക്കലുകളൊക്കെ അറിയാത്തവർ വളരെ ദുർലഭമാണ് നമ്മുടെ ഈ നാട്ടിൽ. അത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ മുന്നോട്ട് പോകാം. പക്ഷേ ഈ കുട്ടികളിൽ തന്നെ ചിലപ്പോൾ എനിക്കൊക്കെ ഒരുപാട് അറിവുണ്ട്, ഡിഗ്രി ഉണ്ട്, PG ഉണ്ട് എന്നൊക്കെ എല്ലാ രക്ഷിതാക്കളും പറയാറുണ്ട്. പക്ഷേ സാറേ, ഞാൻ എൻ്റെ കൂടെ ഒന്ന് ഇരിക്കാൻ പറഞ്ഞാൽ അവന് സമയമില്ല, അവൻ എണീറ്റ് പോവുകയാണ്, ഞാൻ പറഞ്ഞാൽ ഒരിക്കലും കേൾക്കില്ല എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് മറ്റുള്ളവരുടെ സഹായങ്ങൾ തേടാവുന്നതാണ്. ടീച്ചേഴ്സിൻ്റെയോ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരുടെയോ അല്ലെങ്കിൽ കൗൺസിലേഴ്സിൻ്റെയോ സൈക്കോളജിസ്റ്റിൻ്റെയോ ഒക്കെ സഹായം നമുക്ക് തേടാവുന്നതാണ്. അതിന് വലിയ സമയ ചെലവുകളോ അല്ലെങ്കിൽ സാമ്പത്തിക ചെലവുകളൊക്കെ വളരെ കുറഞ്ഞ ഒരു പദ്ധതിയാണ് ഇത്. അത് നമ്മൾ കണ്ടെത്തി മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമം നമ്മളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ ഈ ഒരു സർട്ടിഫിക്കറ്റ് മേടിക്കുന്നതും സ്ക്രൈബ് വെച്ച് എക്സാം എഴുതുന്നതൊക്കെ നമുക്ക് ഒരുപാട് നിർത്തിവെക്കാനായിട്ട് കഴിയും. അപ്പോൾ അതിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട
കാര്യം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് മുന്നോട്ട് പോകുവാനുള്ള തടസ്സങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ കുട്ടികളിൽ എന്ന് പരിശോധിക്കാനുള്ള ഒരു സിറ്റുവേഷൻ, ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക. എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്നാണ് ഇനി നമ്മൾ ശ്രമിക്കേണ്ടത്. ഒരുപക്ഷെ നമ്മുടെ കുട്ടികളിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ വീട്ടിലിരുന്ന് പരിശോധിക്കാനായിട്ട് കഴിയും. എന്ത് ചെയ്യണം? കുട്ടികളെ കൊണ്ട് അക്ഷരമാലകൾ എത്രണ്ണമുണ്ട് മലയാളത്തിൽ, ഇംഗ്ലീഷിൽ എന്ന് ചോദിക്കുക. ഏതൊക്കെ ലെറ്ററുകളാണ് അവരിൽ നിന്ന് വിട്ടുപോകുന്നത് എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ അത് നമ്മളെ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്കറിയാം, നമ്മളൊക്കെ 2 വര കോപ്പി 4 വര കോപ്പിയൊക്കെ കണ്ടിട്ടുള്ളത് ചെറിയ ക്ലാസ്സുകളിലാണ്. പക്ഷേ നമുക്ക് ചെറിയ ക്ലാസ്സുകളിലല്ല, ഇപ്പോൾ ഞങ്ങളുടെ അടുത്തൊക്കെ വരുന്ന ഇതുപോലെയുള്ള പഠനവൈകല്യമുള്ള പിള്ളേർ അല്ലെങ്കിൽ ബേസ് ഇല്ലാത്ത കുട്ടികൾ ഒത്തിരി വരുന്നുണ്ട്. അവർക്കൊക്കെ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് ഇതേപോലെയുള്ള 4 വര കോപ്പിയും 2 വര കോപ്പിയും കൈപിടിച്ച് എഴുതിപ്പിക്കലും കൃത്യമായിട്ട് ഇമ്പോസിഷൻ കൊടുക്കലുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ അത് നമ്മൾ ഒരു കുറവുകളായിട്ട് ഒരിക്കലും കാണരുത്. മറ്റുള്ളവരുടെ മുന്നിൽ നമുക്ക് ഒരു കാരണവശാലും ഒരു ചമ്മലുകളൊന്നും ഉണ്ടാവേണ്ട കാര്യമൊന്നുമില്ല. കാരണം ശരിക്കും പറഞ്ഞാൽ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തൊക്കെ പോകുമ്പോൾ 1-to-1 മെൻറ്ററിങ്ങാണ്. വേറെ ഒരാളെ നമ്മളുടെ അടുത്തേക്ക് അടുപ്പിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മുടെ കാര്യങ്ങൾ രഹസ്യത ചോർത്തി കൊടുക്കുന്ന പതിവോ ഒന്നുമില്ല. അതായത് അത്രക്കും കോൺഫിഡൻഷ്യാലിറ്റി ബ്രേക്ക് ചെയ്യാതെയാണ് നമ്മൾ കൗൺസിലിംഗ് എന്ന് പറയുന്ന ഒരു പദ്ധതി നമ്മൾ കൊണ്ടാടുന്നത് അല്ലെങ്കിൽ നടത്തപ്പെടുന്നത്. അപ്പോൾ ആ കുട്ടിക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാനായിട്ട് കഴിയും. എങ്ങനെ ഒരു തവണയെങ്കിലും വന്നാൽ മതി. പറ്റിക്കപ്പെടുന്നവരുണ്ടായിരിക്കാം. നമുക്ക് മറ്റുള്ള പല ആളുകളിലും കുട്ടികളുടെ രഹസ്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞ് ആ കുട്ടികളെ മാനസികമായി തകർത്തുന്ന അവസ്ഥയൊക്കെയുള്ളവരുണ്ടായിരിക്കാം. പക്ഷെ എല്ലാവരെയും ആ ഗണത്തിൽ നമ്മൾ ഉൾപ്പെടുത്താതിരിക്കുക. അതിന് പകരമായിട്ട് എങ്ങനെ? അപ്പോൾ ആദ്യം നമ്മൾ PTA മീറ്റിങ്ങിലൊക്കെ നിങ്ങൾ പറയണം, നിങ്ങൾ ടീച്ചേഴ്സ് അല്ലെങ്കിൽ സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് ഈ കുട്ടികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്തു? ഇവരെപ്പോഴും സ്ക്രൈബിനെ മോട്ടിവേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കുട്ടി പഠിക്കുന്നില്ല, കുട്ടികളുടെ കാര്യം വളരെ മോശമാണെന്ന് പറയുന്നത് 10ാം ക്ലാസ്സിൽ വെച്ചിട്ടാണ്. ഇതിനു മുമ്പ് തന്നെ പരിഹരിക്കപ്പെടാം. അപ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ നിന്ന് തന്നെ സ്കൂളുകളിലെ PTA മീറ്റിങ്ങുകളിലും ടീച്ചേഴ്സിൻ്റെ അടുത്തും നമ്മുടെ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ അടുത്തൊക്കെ പറയേണ്ടത് അവരോട് റെമഡിയൽ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യിപ്പിക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുക. റെമഡിയൽ ക്ലാസ്സസ് എപ്പോഴും കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കണം. ചിലപ്പോൾ ഒരു കുട്ടിയായിരിക്കാം, ആ കുട്ടിക്ക് ചിലപ്പോൾ റെമഡിയൽ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അതെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ട് പോലും അവർക്ക് അതിനുള്ള ഒരു പരിഹാരം ലഭ്യമാകുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ രക്ഷിതാക്കളെ അറിയിക്കുകയും അവരെ വേണ്ടപ്പെട്ട സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമങ്ങൾ നടത്തുകയും പരിഹരിക്കപ്പെടാനുള്ള അവസ്ഥ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യണം. അത് നമുക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കേരളത്തിൽ 27,000-ൽ കൂടുതൽ കുട്ടികൾ സ്ക്രൈബ് ചെയ്തു എന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് എന്ത് കഴിവാണ് ഉണ്ടായിരിക്കുന്നത് നമ്മൾ നോക്കിക്കോണം. കാരണം സ്ക്രൈബ് പരിഹരിക്കപ്പെടാൻ പറ്റുന്നതാണ്. 27 എല്ലാ വർഷവും ഒരു സ്കൂളിൽ നിന്ന് 10-ൽ താഴെ മാത്രമാണ് സ്ക്രൈബ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ്സ് കിട്ടാറ് എന്നാണ് ആകാശ ക്രമപ്രകാരമുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ ഞാൻ പത്രത്തിൽ വായിച്ചിട്ടുള്ളത്. അത് പ്രകാരം നമുക്ക് 10-ൽ താഴെ എന്നുള്ളത് ഈ വർഷം 50-ൽ മുകളിലാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ മലപ്പുറം ജില്ല. എല്ലാ ജില്ലകളിലും ഉണ്ട്, എല്ലാ ജില്ലകളിലും അത് ഞാൻ ഈ ബോർഡിനകത്ത് കൊടുക്കുന്നുണ്ട്. ഓരോ ജില്ലകളിലും വന്നിട്ട് ഉള്ള എത്ര സ്ക്രൈബ് അറ്റൻഡ് ചെയ്തു എന്നതിനെക്കുറിച്ച് ഞാൻ കൊടുക്കാം. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, നമുക്ക് എങ്ങനെയെങ്കിലും കുറച്ച് സമയം ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങൾ വീട്ടിലിരുന്ന് കുട്ടികളുടെ കൂടെ ഇരുന്ന് കൊണ്ട് അവരെ മോണിറ്റർ ചെയ്യാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ അല്ലെങ്കിൽ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും സമീപിച്ചുകൊണ്ട് അവരുടെ അടുത്ത് കൊണ്ടുപോയി കുട്ടികളെ ആ സ്ക്രൈബ് എഴുതുന്നതിൽ നിന്ന് മാറ്റിയെടുത്ത് എങ്ങനെയെങ്കിലും അവർക്ക് വിവരങ്ങൾ ശേഖരിച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കുക. വളരെ കുറഞ്ഞ സമയം മതി. നിങ്ങൾ ചിന്തിക്കുക, ഒരുപാട് കാലമുണ്ട്. കുട്ടി LKG തൊട്ടിട്ട് 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടും ഇതുപോലെയുള്ള സംഭവത്തെ കണ്ടെത്താൻ കഴിയാതിരുന്നു എന്ന് പറയുന്നത് തന്നെ വളരെ വിഡ്ഢിത്തരമാണ്. കാരണം ഇതിനു മുമ്പ് തന്നെ അപ്പം നല്ല കൃത്യമായ ഓരോ കുട്ടിയെയും വ്യക്തിപരമായി അറിയുന്ന ടീച്ചേഴ്സോ അധ്യാപകരോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടും അറിയാൻ പറ്റും. ഒരു കാര്യം ഉറപ്പാണ്, ഒരു പക്ഷേ മിക്ക കുട്ടികളും 1, 2, 3 സ്കൂളിൽ പഠിച്ചവരായിരിക്കും. കണ്ടിന്യൂസ് ആയിട്ട് LKG മുതൽ +2 വരെ അല്ലെങ്കിൽ 10ാം ക്ലാസ് വരെ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുന്ന സ്കൂളുകളിലുള്ള കുട്ടികൾ വളരെ കുറവാണ്. മാത്രമല്ല, നമ്മൾ കുട്ടികൾക്ക് ഗവൺമെൻറ് സ്കൂളുകളിൽ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് സ്കൂളുകളിലൊക്കെ ഇതുപോലെ ടീച്ചേഴ്സ് ശ്രദ്ധിക്കുന്നില്ല എന്ന പരാതികളൊക്കെ രക്ഷിതാക്കൾ പറയാറുണ്ട്. ഒരിക്കലും ഇല്ല. എല്ലാവരും കൃത്യമായിട്ട് മോണിറ്ററൈസ് ചെയ്യുന്നുണ്ട്. എല്ലാവരും കൃത്യമായിട്ട് അവർക്ക് വേണ്ട വിവരങ്ങൾ അവർ വഴിയും അവരുടെ കുട്ടികളുടെ മാതാപിതാക്കൾ വഴിയൊക്കെ നൽകുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈവൻ ഞങ്ങളടക്കമുള്ള കുട്ടികൾ വരെ നമ്മളെ പ്രൈവറ്റുകൾ
സ്കൂളുകളെ ആശ്രയിച്ച് കൊണ്ട് കുട്ടികളെ പഠിപ്പിക്കാറുണ്ട്. അവിടെയും ഇതൊക്കെ തന്നെയാണ് സ്ഥിതി, നമുക്കത് അറിയാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, എന്തുകൊണ്ട് എൻ്റെ കുട്ടികൾ ഏത് സ്കൂളിൽ പഠിക്കും, പ്രൈവറ്റ് സ്കൂളാവട്ടെ, നമ്മുടെ CBSE സിലബസുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളാവട്ടെ, മാനേജ്മെൻറ്റ് സ്കൂളാവട്ടെ, ഗവൺമെൻറ് സ്കൂളാവട്ടെ, എവിടെ പഠിക്കുമ്പോൾ എന്തുകൊണ്ട് നമ്മളെ കുട്ടികൾക്ക് സെപ്പറേറ്റ് ഈ ട്യൂഷൻ കൊടുക്കേണ്ട അവസ്ഥ വരുന്നു? ഗവൺമെൻറ്റിൽ നമ്മൾ ഇങ്ങനെയാണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ പ്രൈവറ്റ് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്യൂഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട്? നമ്മൾ ചിന്തിക്കണം, എന്തുകൊണ്ട് ഇത്രയും വലിയ ഫീസ് 35,000, 40,000, 45,000 ഒക്കെ ഓരോ വർഷം കുട്ടിക്ക് വേണ്ടി കൊടുത്തിട്ട് വീണ്ടും 25,000, 30,000 പുറത്ത് കൊടുത്ത് ട്യൂഷൻ കൊടുക്കേണ്ട അവസ്ഥ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലത് ഹോം സ്കൂളിംഗ് അല്ലേ? വീട്ടിൽ വെച്ചുകൊണ്ട് തന്നെ പഠിപ്പിച്ചുകൊണ്ട് ഒരു ഏതെങ്കിലും ട്യൂഷൻ ടീച്ചറെ വെച്ചിട്ട് അവർക്ക് ബുദ്ധിമുട്ടുള്ള സബ്ജക്ട്സിന് വേണ്ടി മാത്രം വെച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ പോരെ? എന്നിട്ട് 10ാം ക്ലാസ് ആവുന്ന സമയത്ത് സ്കൂളിൽ അഡ്മിഷൻ എടുത്തുകൊണ്ട് നമുക്ക് എക്സാം എഴുതിയാൽ പോരെ? ഹോം സ്കൂളിംഗ് അല്ലേ ഏറ്റവും ബെസ്റ്റ് പരിപാടി? ഇത്രയും പൈസ നമുക്ക് 2-3 കുട്ടികളുള്ള ഒരാളുകളാണെന്ന് 1.5 ലക്ഷം 2 ലക്ഷം രൂപ ഒരു വർഷം നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. ഇത് അറിവുകളും ഇല്ല, വിവരങ്ങളും ഇല്ല, ഒന്നുമില്ല. കുട്ടികൾക്ക് 10ാം ക്ലാസ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ സ്വന്തം പേര് പോലും എഴുതാനറിയില്ല. ഏതെങ്കിലും ഒരു പൊതുവായിട്ടുള്ള വിവരങ്ങളെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ കുട്ടികൾക്ക് അറിയില്ല. പിന്നെ എന്ത് വിദ്യാഭ്യാസമാണ് നമുക്ക് കിട്ടുന്നത്? കിട്ടാനിട്ടല്ല, അത് കിട്ടേണ്ട രീതിയിൽ കിട്ടുന്നില്ല എന്നുള്ള. ടീച്ചേഴ്സിന് കഴിവില്ലാത്തതുകൊണ്ടല്ല, ടീച്ചേഴ്സിന് നല്ല രീതിയിൽ സർക്കാർ ശമ്പളം കൊടുക്കുന്നുണ്ട്. പ്രൈവറ്റ് സ്കൂളുകാരാണെങ്കിൽ അവരുടെ മാനേജ്മെൻറ്റ് നല്ല രീതിയിൽ ശമ്പളം കൊടുക്കുന്നുണ്ട്. പക്ഷേ ആവശ്യം എന്ന് പറയുന്നത് നമ്മളുടേതാണ്. ടീച്ചേഴ്സിനെ കൊണ്ട് പണിയെടുപ്പിക്കേണ്ട ഒരു വിദ്യാർത്ഥിയുടെ ചുമതലയാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ അത് നമ്മൾ കൃത്യമായിട്ട് ടീച്ചേഴ്സിനോട് ചോദിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകുവാനുള്ള ഒരവസ്ഥ ഉണ്ടാക്കിയെടുക്കേണ്ടത് നമ്മളുടെ ചുമതലയാണ്. നമ്മൾ എന്ത് ചെയ്യും? 4 ദിവസം സ്കൂളിൽ പോയിട്ടില്ലെങ്കിൽ നമ്മൾ ആദ്യം ചോദിക്കുന്നത് നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന കുട്ടിയുടെ അമ്മയെ വിളിച്ചുകൊണ്ട് അവനുണ്ട് അവിടെ, ഇവനുണ്ട് ഇവിടെ, അവൻ്റെ നോട്ട്സ് ഒന്ന് അയച്ചു തരാൻ പറയും, മലയാളം നോട്ട്സ് അയക്കുമോ എന്നൊക്കെയാണ് നമ്മൾ ചോദിക്കുക. എന്തുകൊണ്ട് ഇന്ന് വന്നിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ 4 ദിവസം സ്കൂളിൽ മുടങ്ങി 5ാമത്തെ ദിവസം പോകുന്ന സമയത്ത് അതിൻ്റെ ഓതറൈസ്ഡ് ടീച്ചേഴ്സിനെ കൊണ്ട് സമീപിച്ചുകൊണ്ട്, ടീച്ചറെ ഞാൻ 4 ദിവസമായി വന്നിട്ട് എന്തൊക്കെയാണ് ടീച്ചർ എടുത്തത്, അതുകൊണ്ട് ടീച്ചർ അതെനിക്കൊന്ന് പറഞ്ഞു തരൂ, അല്ലെങ്കിൽ ടീച്ചേഴ്സ് അതിൻ്റെ നോട്ട്സ് ഒന്ന് തരൂ എന്ന് ചോദിച്ചുകൂടാ നമുക്ക്? നമ്മൾ ആരും ചോദിക്കാറില്ല. അതുപോലെ നമ്മൾ എന്ത് ചെയ്യും? നീ കുട്ടികളുടെ നോട്ട്സ് എല്ലാം കളക്ട് ചെയ്ത് വന്നിട്ട് വീട്ടിൽ വെച്ചിട്ട് അതാത് ദിവസം പഠിക്കേണ്ടതിന് പകരം നമ്മൾ ഈ പഴയ നോട്ട്സ് എഴുതിയെടുക്കുക. അപ്പോഴും നമ്മൾ ബാക്കിലോട്ട് തന്നെയാണ് പോകുന്നത്. നമുക്ക് പെൻഡിങ് നോട്ട്സ് ഒത്തിരി ഉണ്ടായിരിക്കാം, പെൻഡിങ് ക്ലാസ്സസ് ഒത്തിരി ഉണ്ടായിരിക്കാം. പക്ഷെ ഇതിനെ എങ്ങനെയാണ് നമുക്ക് ഓവർകം ചെയ്യാൻ കഴിയുന്നത്? നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി ടൈം ടേബിൾസും റിവിഷൻ ടൈം ടേബിൾസും പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് കൃത്യമായിട്ട് കഴിയും. നമ്മൾ 4 ദിവസം മുടങ്ങിയ ഒരു വ്യക്തിയാണെങ്കിൽ 5ാമത്തെ ദിവസം സ്കൂളിൽ പോകുമ്പോൾ നമുക്ക് ലഞ്ച് ബ്രേക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ ചില പീരീഡ്സുകളിൽ ടീച്ചേഴ്സ് ഉണ്ടാവാത്ത ആബ്സെൻറ്റ് പീരീഡ്സ് ഉണ്ടായിരിക്കാം. ആ സമയമൊക്കെ മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ നമ്മളെ മക്കൾ ശ്രമിക്കണം. കാരണം സമയം ഒരിക്കലും നമുക്ക് വേണ്ടി കാത്തു നിൽക്കില്ല. പ്രകൃതി എന്ന് പറയുന്നത് അങ്ങനെയാണ്. നമുക്ക് വേണ്ടി നമ്മളുടെ കൂടെ ഒരിക്കലും പ്രകൃതി ജീവിക്കുകയില്ല. പ്രകൃതി എന്ന് പറയുന്നത് പ്രകൃതിയുടെ രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോകും. നമ്മൾ പ്രകൃതിയുടെ കൂടെ ഓടി ജീവിക്കാനുള്ള ശ്രമമാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അല്ലാതെ ഒരിക്കലും പ്രകൃതി നമ്മളുടെ കൂടെ വരില്ല. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും പരിഹാരങ്ങൾ കൃത്യമായിട്ടുണ്ട്, നമുക്ക് കണ്ടെത്താൻ കഴിയുന്നുണ്ട്. നമുക്ക് ഇതൊക്കെ എന്ത് എന്ന് ചോദിച്ച് നമ്മൾ തട്ടിക്കളയുന്ന ഒരവസ്ഥ നമ്മൾ മാറ്റിയെടുക്കാനുള്ള ശ്രമം ഇനിയെങ്കിലും നമ്മൾ തുടർന്നിട്ടില്ലെങ്കിൽ ഇതുപോലെയുള്ള സ്ക്രൈബ് എഴുതുന്ന കുട്ടികളുടെ നമ്പറുകൾ കൂടിക്കൊണ്ടിരിക്കുകയും നമ്മുടെ കുട്ടികൾ മിടുക്കന്മാരാവേണ്ട കുട്ടികളെ നമ്മൾ മിടുക്കികളോ അല്ലാത്ത അവസ്ഥയിലേക്ക് മാറ്റിയെടുക്കും. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല നമ്മളെ രക്ഷിതാക്കൾക്കാണ്. നമ്മൾ പറയാം എല്ലാം ടീച്ചേഴ്സിനെ ഏൽപ്പിച്ചു. എന്താ ടീച്ചേഴ്സിന് ഓരോ അവറിൽ ഇത്ര സമയം ഇത്ര മണിക്കൂർ വെച്ചിട്ട് എടുക്കണമെന്നൊരു റോളുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് അവർ പോകത്തൊന്നുമില്ല. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് അവർ കൊടുക്കണം. അവർക്കറിയാം, അവർക്ക് ഒരു കുട്ടിയെ 1-to-1 മെൻറ്ററിങ്ങിലൂടെ അല്ല അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ പോകുന്നത് പ്രധാനമായിട്ടും 50-55 കുട്ടികൾ ഉണ്ടായിരിക്കാം. അവരെല്ലാവരും പേഴ്സണലൈസ് ചെയ്തുകൊണ്ട് പഠിപ്പിക്കാൻ അവർക്ക് കഴിയില്ല. എങ്കിലും നമ്മൾ കൂടുതലും ടീച്ചേഴ്സുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് മിക്കവാറും എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മിക്കവാറും നമ്മുടെ കുട്ടികളെങ്കിലും നമ്മുടെ രക്ഷിതാക്കളുമായി കണക്ട് ചെയ്തുകൊണ്ട് കുറേ കാര്യങ്ങൾ മക്കൾക്ക് ടീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഇനിയും നിങ്ങൾ സ്ക്രൈബിലേക്ക് പോകല്ലേ. നമ്മുടെ കുട്ടികൾക്ക് എന്ത് കുറവുകളുണ്ട്, എന്താണ് കുറവ് എന്ന് നമുക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് കണ്ടെത്തി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. നിങ്ങൾക്കും അങ്ങനെ ഒരു ആഗ്രഹങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ബന്ധപ്പെട്ട ആളുകളെ കൃത്യമായിട്ട് നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുകയും അത് നമ്മുടെ കുട്ടികളെ അത്തരം തരത്തിലുള്ള
മോണിറ്റൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്ത് നിരീക്ഷിച്ച് അവരുടെ കുറവുകൾ പരിഹരിക്കപ്പെടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനിയും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും നമ്മളെ മക്കളെ പെടുത്താതിരിക്കുക. കാരണം പല പ്രശ്നങ്ങൾ നമുക്കറിയാം. ഇതെല്ലാം ഈ പഠന വൈകല്യം എന്ന് പറയുന്നത് ഒരിക്കലും മാനസിക രോഗം തന്നെ. മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. മറ്റു കാര്യങ്ങളിലൂടെ ADHD അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി സിൻഡ്രോം എന്ന് പറയുന്ന സംഭവമുണ്ട്. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം വളരെ ഒരു 10% നമുക്ക് മാറ്റി നിർത്തേണ്ടി വരുമെങ്കിലും ബാക്കിയെല്ലാം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. അത് ബേസായിരിക്കാം. പക്ഷെ നമുക്ക് നോക്കാമല്ലോ എന്തുകൊണ്ട് ഇതെല്ലാ പരിശ്രമങ്ങളും നടത്തി പരാജയപ്പെടുകയാണെങ്കിൽ മാത്രം നമുക്ക് അതിനകത്തോട്ട് പോയാൽ പോരെ. നമ്മളൊന്നും ചെയ്യാതെ കയ്യും കെട്ടി ഇരുന്നു കൊണ്ട് നമ്മളെ കുട്ടികളെ ഈ ടീച്ചേഴ്സ് പറയുന്ന ഡോക്ടേഴ്സിൻ്റെ അടുത്ത് കൊണ്ടുപോയി അവർ ആഗ്രഹിക്കുന്നത് എന്താണ്? അവർ സ്കൂളിൻ്റെ 100% വിജയമാണ് അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്കറിയോ? നമുക്കൊരിക്കലും അറിയില്ല. നമ്മൾ 100% വിജയമുള്ള സ്കൂൾ. പക്ഷെ നമ്മൾ 100% വിജയം എന്ന് പറയുമ്പോൾ നമ്മൾ കുട്ടികൾക്ക് എന്ത് അറിവാണുള്ളത്, എന്ത് കഴിവാണ് കിട്ടിയിട്ടുള്ളത്? 100% വിജയമുണ്ട്. എന്നിട്ട് നമ്മൾ 100% വിജയത്തിൽ വീണ്ടും കൊണ്ടുപോയിട്ട് +1 +2 അവിടെ ഈ സ്ക്രൈബ് ചെയ്ത് നമുക്ക് നല്ല ചിലപ്പോൾ മാർക്കോട് കൂടിയിട്ട് നമ്മൾ പാസ്സായിട്ട് ഇറങ്ങി വരാനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് കഴിയും. പക്ഷെ ഇറങ്ങി വന്നു കഴിഞ്ഞിട്ട് കുട്ടിയോട് എന്തെങ്കിലും ഒന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് മോനെതെന്താന്ന് വായിക്കുക തക്കാളി എന്ന് എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടി തല താത്തിയിട്ട് ഇത് എനിക്കറിയില്ലട്ടാ എന്ന് പറയുന്നൊരവസ്ഥ. അങ്ങോട്ട് എത്തരുത്. നമ്മളെ കുട്ടികൾക്ക് എന്തെങ്കിലും സ്വന്തമായിട്ട് ജീവിക്കാൻ, അവർക്ക് സ്വന്തമായിട്ട് തൊഴിലുകൾ കണ്ടെത്താൻ, സ്വന്തമായി കാര്യങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് ബുദ്ധിമുട്ടിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ എല്ലാമുള്ള കഴിവുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തോളൂ. അവർക്ക് കഴിവുകളുണ്ട്. അത് ചിലപ്പോൾ വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയാതിരിക്കാം. പാരൻ്റൽ ട്രയാങ്കുലേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം. ഞാൻ ആ ഒരു സബ്ജക്ട്സ് ഇവിടെ സംസാരിക്കുന്നില്ല. പാരൻ്റൽ ട്രയാങ്കുലേഷനെ കുറിച്ച് ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് ഒരു വീഡിയോ ആയിട്ട് വരാം. ഇതുപോലെ ഒരുപാട് സാഹചര്യങ്ങളുണ്ട്, നമുക്ക് പ്രശ്നങ്ങളുണ്ട് കുട്ടികൾക്ക്. അപ്പോൾ ഏത് കാറ്റഗറിയിലാണ് നമ്മളെ കുട്ടികൾ പെടുന്നത് എന്ന് നമ്മൾ നോക്കണം. ഒരു കാരണവശാലും നിങ്ങൾ തട്ടിക്കളയരുത്. നിങ്ങളിത് സീരിയസ് ആയിട്ട് എടുത്തുകൊണ്ട് ഈ വർഷമെങ്കിലും നമ്മുടെ സ്ക്രൈബ് ചെയ്യുന്ന കുട്ടികളുടെ എണ്ണം കേരളത്തിൽ കുറച്ച് കൊണ്ടുവരണം. നിങ്ങൾ കേൾക്കുന്ന ഓരോ മാതാപിതാക്കളും ഏത് സ്കൂളുകളിലാണോ ഉള്ളതെങ്കിൽ ആ സ്കൂളുകളിലെ മറ്റു കുട്ടികൾക്ക് വരെ ഈ ഇൻഫർമേഷൻ നിങ്ങൾ പകർന്നു കൊടുക്കാനുള്ള ശ്രമം നടത്തണം. നമ്മുടെ ഓരോ സ്കൂളുകളിലും സ്ക്രൈബ് അല്ലെങ്കിൽ സഹായം വെച്ച് എഴുതുന്ന എക്സാമിനേഷൻ എഴുതുന്ന മക്കളാക്കി ഇല്ലാതിരിക്കാൻ, മക്കളെ കുറച്ച് കൊണ്ടുവരാൻ നമ്മുടെ എല്ലാ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട്സുകൾ ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് ഏത് സഹായം വേണമെങ്കിലും നിങ്ങൾക്ക് ഞാനുമായിട്ട് കോൺടാക്റ്റ് ചെയ്യപ്പെടാവുന്നതാണ്. ഞങ്ങൾ സോൾ കെയർ ചാനലുമായിട്ട് ബന്ധപ്പെടാം. ഞങ്ങളുടെ നമ്പറുകൾ അതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ ചാനലുകൾ ഇതുപോലെയുള്ള നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ കമൻസ് അയക്കുക. ഞങ്ങൾ കമൻസ് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നതാണ്. ഇതുപോലെ ലൈക്ക് അടിക്കുക, മറ്റുള്ളവർക്ക് ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ സോൾ കെയർ, ദ ബെസ്റ്റ് മൈൻഡ് ക്രിയേറ്റിംഗ് സെൻറ്റർ. താങ്ക് യു.